പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ആവർത്തന പുസ്തകം 31 അധ്യായം 8 വാക്യം. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെയിരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. ഹല്ലേലൂയ. ദൈവം തൻ്റെ ദാസനായ മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് വിടുതൽ കൊടുത്തു. ഇതാ തുടർന്ന് ഹല്ലേലൂയ ജോഷുവയിലേക്ക് ഒരു കൈമാറ്റം നടക്കുന്നു. ജോഷുവയെ ഹല്ലേലൂയ മോശ മുഖാന്തരം ദൈവം അഭിഷേകം ചെയ്യുന്നു. ദൈവം ഒരു വേല ഏൽപ്പിക്കുന്നു. ഒരു കൈമാറ്റം നടക്കുകയാണ്. അപ്പോൾ ഇതാ മോശ പറയുന്ന ഹല്ലേലൂയ ചില പ്രസ്താവനകളാണ് നാം വായിച്ചത്. പറയുന്നു, ഇതാ യഹോവ നിനക്ക് മുമ്പായി നടക്കുന്നു. പ്രിയരെ, ഒരു വേല കർത്താവ് നമ്മെ ഏൽപ്പിച്ചു. അവൻ നമ്മെ തനിയെ വിടത്തില്ല. നമുക്ക് മുമ്പേ ചെന്നിട്ട് ആ വഴികളൊക്കെ നമുക്ക് വേണ്ടി ഒരുക്കും. ഇന്ന് രാവിലെയും നമുക്ക് ആ ഒരു ബോധ്യം വേണം. ഒരു വേലയിലേക്ക് ദൈവം നമ്മെ ആക്കിയെങ്കിൽ, ദൈവം നമ്മെ വിളിച്ചെങ്കിൽ, വിളിച്ച ദൈവം വിശ്വസ്തൻ. വിളിച്ച ദൈവം വിശ്വസ്തൻ മാത്രമല്ല, അവനത് നിവർത്തിക്കുകയും ചെയ്യും. അതിനുള്ള ശക്തി അവൻ്റെ പക്കലുണ്ട്. 2, ജോഷുവയോട് ദൈവം പറയുന്നു, നീ ഹല്ലേലൂയ നിന്നെ ഞാൻ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. നിന്നെ ഒരു നാളും ഞാൻ തനിയെ വിടത്തില്ല, നിൻ്റെ കൂടെ ഞാനുണ്ട്. പ്രിയരെ, നാം ഓരോ ചുവടുകളും വെക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നാം തിരിച്ചറിയണം. നമ്മെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്, നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ വേല ദൈവം നമ്മെ ഏൽപ്പിച്ചെങ്കിൽ ആ വേല ചെയ്യാൻ അവൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കരങ്ങളെ അവൻ ബലപ്പെടുത്തും, നമ്മുടെ കരങ്ങളെ അവൻ ശക്തീകരിക്കും. അതുകൊണ്ടാണ് ഹല്ലേലൂയ അപ്പസ്തോല പ്രവൃത്തികൾ ഹല്ലേലൂയ 4 അധ്യായത്തിൻ്റെ 30 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, അപ്പസ്തോലന്മാർ കൈ നീട്ടുമ്പോൾ ആ കൈയുടെ കൂടെ യേശു കർത്താവിൻ്റെ കരവും ചലിക്കും. ഒരു വ്യക്തിയുടെ മേൽ കൈ വെച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ നടക്കുന്നത് ഹല്ലേലൂയ മനുഷ്യർക്കാർക്കും കാണാൻ പറ്റാത്ത മറ്റൊരു കരം അതിൻ്റെ കൂടെ ചലിക്കും. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 63 അധ്യായത്തിൽ മോശയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു. മോശ ചെങ്കടലിൽ കൈ നീട്ടിയപ്പോൾ മോശയുടെ കൈയുടെ കൂടെ കർത്താവിൻ്റെ കരവും ചലിച്ചു. അതുകൊണ്ടാണ് ചെങ്കടൽ 2 വിഭാഗിക്കപ്പെട്ടത്. പ്രിയരെ, നാം തനിയെയല്ല. ഈ ഭൂമിയിൽ നമ്മെ ഒറ്റയ്ക്ക് വിടുന്ന ഒരു ദൈവമല്ല. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല എന്ന് അരുളി ചെയ്ത ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ്റെ കരം നമ്മെ ബലപ്പെടുത്തുന്ന കരമത്രേ. കർത്താവിൻ്റെ കരം നമ്മെ താങ്ങുന്ന കരമത്രേ. അതുകൊണ്ട് തൊട്ടടുത്ത അധ്യായങ്ങളിൽ ഹല്ലേലൂയ ആവർത്തന പുസ്തകത്തിൽ മോശ ഇപ്രകാരം പറയുന്നു, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. എൻ്റെ ദൈവം പുരാതന ദൈവമത്രേ. ഹല്ലേലൂയ അവൻ തലമുറയായി മാറാത്ത ദൈവമത്രേ. കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ്റെ ശാശ്വത ഭുജത്തിൻ്റെ കീഴിലാണ് ഹല്ലേലൂയ കരത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇന്ന് രാവിലെയും ഒരു ദൈവ പൈതൽ ധൈര്യത്തോടെ മുന്നേറുവാനുള്ള ഹല്ലേലൂയ ഒരു ബലമാണ് ദൈവം കൊടുക്കുന്നത്. ഒന്ന്, കർത്താവ് മുമ്പേ പോകുന്നു. മീഖാ പ്രവചനത്തിൽ നാം വായിക്കുന്നു, തകർക്കുന്ന രാജരാജൻ മുമ്പേ പോകുന്നു. അവൻ വഴി ഒരുക്കുന്ന ദൈവം. 2, കൂടെ ഇരിക്കുന്ന ദൈവം. ഇതാ വീണ്ടും അടുത്ത വാക്യത്തിൽ പറയുന്നു, അവൻ നമ്മെ ഒരു നാളും ഹല്ലേലൂയ കൈവിടത്തില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, നീ ഭ്രമിക്കുകയും അരുത്. പേടിച്ചു പോകേണ്ട. ചിലത് ചെയ്യാൻ എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഞാൻ എങ്ങനെ തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യർ തങ്ങളെ ഏൽപ്പിച്ച പല വേലയ്ക്കകത്തുനിന്നും പിന്നോട്ട് പോകും. ലോകക്കാർ അതിൽ നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം. പലരും പല വേലയും ചെയ്യാൻ ഇറങ്ങുമ്പോൾ കേൾക്കുന്ന ആൾക്കാർ പറയും, നിന്നെക്കൊണ്ട് അതൊക്കെ പറ്റുമോ, നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ, നീ ഇതെങ്ങനെ ചെയ്യും, നീ ഇതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എന്നൊക്കെ നിരുത്സാഹത്തിൻ്റെ വേർഡ് പറയുമ്പോൾ കർത്താവ് പറയുന്നു, നീ ഭ്രമിക്കരുത്, നീ ഭയപ്പെടരുത്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. വലിയ ഒരു ജാതിയെ കോൺകർ ചെയ്യാൻ, പിടിച്ചടക്കാൻ ദൈവം ജോഷുവയെ ഏൽപ്പിച്ചപ്പോൾ ജോഷുവയോട് ദൈവം പറയുന്നു, നീ ഭ്രമിക്കേണ്ട, നീ ഭയപ്പെടേണ്ട, കാരണം ഞാൻ നിനക്ക് മുമ്പേ പോകുന്ന ദൈവമാണ്. എത്ര പേര് ആമീൻ പറയും? പ്രിയരെ, നിങ്ങളൊരു
വേല ചെയ്യുന്നതിന് മുമ്പ്, നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ നിങ്ങൾക്ക് മുമ്പേ പോകും. 2, ഹല്ലേലൂയ, അവൻ നിങ്ങളുടെ മുമ്പേ പോകുക മാത്രമല്ല നിങ്ങളോട് കൂടെയും ഇരിക്കും. നിങ്ങളുടെ കൂടെ അവൻ്റെ കരം ചലിക്കും. 3, അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, കൈവിടത്തില്ല. വഴിയിൽ വെച്ച് മനുഷ്യർ നിന്ദിപ്പാൻ, മനുഷ്യർ കളിയാക്കാൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. നിന്നെ ഒരു നിന്നാ വിഷയമാക്കി തീർക്കത്തില്ല. അവൻ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. ഇത് 4-മതായി ജോഷുവ വിളിച്ചു പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ഭ്രമിക്കുകയും അരുത്. ഇന്ന് രാവിലെ നമുക്കും ഒരു ഉറപ്പ് അങ്ങനെ വേണം. ദൈവമാണോ ഒരു വേല നമ്മെ ഏൽപ്പിച്ചത്? ദൈവമാണോ അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് നമ്മെ ആക്കിയിരിക്കുന്നത്? മോശ തൻ്റെ ദാസനായ ജോഷുവയെ ഇങ്ങനെ വാക്യങ്ങൾ പറഞ്ഞ് ബലപ്പെടുത്തിയെങ്കിൽ നമ്മെയും ബലപ്പെടുത്തുന്ന ഒരു നല്ല കർത്താവുണ്ട്. നമ്മെ ഏൽപ്പിച്ച വേല നമ്മെ കൊണ്ട് തികയ്ക്കുവാൻ അവൻ വിശ്വസ്തനായ ദൈവമത്രേ. നമ്മെ ഏൽപ്പിച്ച എന്ത് കാര്യവും ചെയ്യാൻ നമ്മെ ബലപ്പെടുത്തും. ലോകം പറയുന്ന വാക്കുകൾ, ലോകക്കാർ പറയുന്ന നിരുത്സാഹത്തിൻ്റെ വാക്കുകൾ കേൾക്കരുത്. നമ്മെ ആക്കിയ ദൈവം, നമ്മെ നടത്തുന്ന ദൈവം, അവൻ ഇന്ന് രാവിലെയും വിശ്വസ്തനായ ദൈവമത്രേ. നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന നിൻ്റെ ഓരോ മക്കളെയും ഇന്ന് രാവിലെ നീ അനുഗ്രഹിക്കണം. ഇവരെ ഏത് വേലയാണോ തമ്പുരാൻ ഏൽപ്പിച്ചത് അത് ചെയ്യാൻ ഇവരെ ബലപ്പെടുത്തണം. ഇവരുടെ സമപ്രായക്കാരുടെ നടുവിൽ, ഇവരുടെ കൂട്ടുകാരുടെ നടുവിൽ, കുടുംബക്കാരുടെയും ദേശക്കാരുടെയും നടുവിൽ ഇവരെ മാനിക്കണം. ഇവരെ ഏൽപ്പിച്ച വേല നന്നായി ചെയ്യാൻ ഇവരെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. അത് പൂർത്തീകരിക്കാനുള്ള കൃപ കൊടുക്കണം. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.